ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വളരെ ചെറുതായിട്ട്, കാരണം നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ വീട്ടിയിരിക്കുകയായിരുന്നു. ആകെ നമുക്കുള്ള പണി എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ബോക്സ് മൊത്തം കൊറിയർ അയക്കാന്നുള്ളതാണ്. ഈ ബോക്സിനകത്ത് എന്താണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ആക്റ്റീവ് കൊണ്ടുപോകാൻ സാധിക്കില്ല. മാത്രമല്ല ഇത് നല്ല വെയിറ്റ് ഉണ്ടെന്ന്. ഈ ബോക്സ് ഇങ്ങനെ ഇരിക്കാൻ നോക്കണ്ടേ, ഇവൻ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ മുതലാണ്. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് പോകാറിയപ്പോഴാണ് ഞാനും വരുന്നതുകൊണ്ട് ഒരാൾ ചാടി വീണു. വേറെ ആരുമല്ല, പോരാളിയാണ്. പോകുന്ന വഴി അങ്ങോട്ട് ഇറക്കിയാൽ മതി. പറഞ്ഞിട്ട് ഇനി കൊണ്ടുപോയില്ലേ നമ്മുടെ ഫുഡ് അടിയൊക്കെ പിന്നെ പുറത്തുനിന്ന് ആക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് സമ്മതിച്ചു. എന്തായാലും അമ്മ കൂടെ കയറിയില്ല, അമ്മയെ പറ്റി നമുക്ക് 400 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. ഈ 400 രൂപയ്ക്ക് ഇനി 1 ലക്ഷത്തിന്റെ കണക്ക് കേൾക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ നേരെ എത്തിയത് പുഷ്പഗിരിയുടെ ദന്തൽ മെഡിക്കൽ കോളേജിലേക്ക്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുക ആയതുകൊണ്ട് നമ്മൾ കാറെല്ലാം പുറത്തോട്ടോ പാർക്ക് ചെയ്തു. ഈ റോഡ് സൈഡിൽ കിടക്കുന്ന വണ്ടികൾ മൊത്തം ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന ആൾക്കാരെ കേട്ടോ. കണ്ടോ വെള്ളം, കണ്ടോ വെള്ളം. നമുക്ക് ഈ വഴി പോവാം. റോഡ് മൊത്തം വെള്ളമാണ്. ഇങ്ങോട്ട് കയറി വരുന്ന ആ വഴി ഉൾപ്പെടെ ഫുള്ള് കവർ ചെയ്ത് വെള്ളം കയറി കിടക്കുക കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിന്റെ ഏകദേശം ആ ഒരു പകുതി വരെയൊക്കെ വെള്ളം കയറി കിടക്കോട്ടോ. ആ സൈഡ് ഫുള്ള് കവർ ചെയ്ത് വെള്ളമാണ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് കെട്ടാറ്. വെള്ളം കയറിയ പ്രമാണിച്ച് പുതിയ പാലമൊക്കെ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ പാലം അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ഗ്യാപ്പിൽ അമ്മ അകത്തോട്ട് പോയി കണ്ട് അമ്മ ഇനി തപ്പി കണ്ടുപിടിക്കുന്നുള്ളതാണ് ടാസ്ക്. കുറച്ച് നേരം അതിൽ തപ്പി നടന്നെങ്കിലും 2ാമത്തെ ഫ്ലോറിൽ നിന്ന് അമ്മയെ കിട്ടിയോ. ഇനി ഈ ലിഫ്റ്റ് വന്നിട്ട് വേണം 5ാമത്തെ ഫ്ലോറിലേക്ക് പോകും. ലിഫ്റ്റ് ഉണ്ടായിരുന്നോണ്ട് എന്തായാലും രക്ഷപ്പെട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ 5ാമത്തെ ഫ്ലോർ വരെ നടന്ന് കയറേണ്ട വന്നേനെ. എന്റെ പൊന്നോ, അമ്മയിലെ കൂടെ ഉള്ള നടത്തിക്കും, അതാണ് അവസ്ഥ. 5ാമത്തെ ഫ്ലോറിൽ എത്തിയപ്പോഴാണ് അടിപൊളി വ്യൂ. താഴോട്ടൊക്കെ എടുത്ത് ചാടിയാലും നമുക്ക് തോന്നും അമ്മ സാധനം. കുറച്ച് നേരം അവിടെ നിന്ന് പോസ്റ്റ് അടിച്ചെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തായാലും അവിടെ നിന്ന് അറിയാൻ പറ്റും. എന്നെ അങ്ങോട്ട് കൊണ്ട് ഇറക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയ ആളാണ്. അവിടെ എത്തിയപ്പോഴത്തേന് നേരെ തിരിഞ്ഞ് എന്നെ കൊണ്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയൊക്കെ. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനത്തൊന്നും പറയാനില്ലാത്തേ. പോയേക്കാം. ഇനി നമുക്ക് നമ്മുടെ പരിപാടി സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ നേരെ തിരുവല്ലയിലെ ട്രാക്കോണിലേക്ക്. നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് അയക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ എന്താ സാധനം ഒന്നും ചോദിക്കാതെ കയറ്റി വിടുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് വരെല്ലാം ചെക്ക് ചെയ്തിട്ടേ കയറ്റി വിടാറുള്ളൂ. ആ 3 ബോക്സ് അയക്കുന്ന ഏകദേശം നമുക്ക് 1070 രൂപ ആയിട്ടുണ്ടോ. ഇതെല്ലാം നമുക്ക് എക്സ്പെൻസീവ് തിരിച്ചു കിട്ടുന്ന പൈസയാണ്. തിരിച്ചു വന്ന് നേരെ വന്ന് മീറ്റാ പാൽസിക്ക് ഒരു പപ്സും ബോഞ്ചിവെള്ളം അടിച്ച് ബോഞ്ചില്ല നാരങ്ങ. സോ ഗൈസ് ഞാൻ വീട്ടിൽ പോട്ടെ. എന്തെങ്കിലും പറയാണ്ടേ കമന്റ് ബോക്സിൽ പറഞ്ഞല്ലോ, അതവിടെ മതി, ഞാൻ കണ്ടോളാം.